മോനെ ഐസി 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 ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മമ്മടെ നോക്കിയേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് നമ്മൾ സ്പോട്ടിലെത്തി. രാവിലെ ഇപ്പോൾ ഒരു 8:30-9 മണീൻ്റെ അടുത്തായി നമ്മൾ എഴുന്നേറ്റ്. ജസ്റ്റ് മുഖം കഴിയിട്ടുള്ള വല്ലതും വെച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ രാത്രി എത്തിയപാട് ഫുൾ എന്തായി ഭയങ്കര ചില ഫുൾ ഫോണും അല്ല നമ്മളെ ക്യാമറ ഒക്കെ ഓഫായിപ്പോയി. ഫോണിൽ ഷൂട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. ഫോണിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഏരിയ മൊത്തം ഞാൻ എന്താണ് ഇച്ചിരി വേണ്ടി കാണിച്ചു തരാം. സോ വന്നുകൊണ്ട് വലിയ തണുപ്പെന്ന് പറയാനില്ല കേട്ടോ. എനിക്ക് വലിയ തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല, എന്നാലും തണുപ്പുണ്ട്. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ, ഒരു വേറെ എന്നുള്ളൊരു ഏരിയ. അപ്പോൾ നമ്മളെ സ്ഥലം എവിടെയാണെന്ന് ഇപ്പോൾ ആക്ച്വലി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവണം അല്ലേ. സോ നമ്മൾ ഇപ്പം ഉള്ളത് അതേ നമ്മുടെ കൊടൈക്കനാലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊടൈക്കനാൽ വരുന്നത്. ഹായ് പറയൂ. ഹായ് ഗൈസ്. ഹൈസീന് രാവിലെ തന്നെ എഴുന്നേറ്റ്. ഹൈസിക്ക് തണുപ്പൊന്നുമില്ല, പക്ഷെ പാപ്പയ്ക്ക് ഭയങ്കര കുളിർ കൊള്ളുകയാണ് തണുപ്പുണ്ട്. ഓ സോ ഇവിടെ നല്ല രസമുണ്ട്. ഇവിടെ മൊത്തം കുറച്ച് ഇങ്ങനെ കാണിച്ചു തരാം, ചെറുതായിട്ടൊന്നും ഇവിടെ കാണിച്ചു തരാം. ഇങ്ങനെ നല്ല പൂക്കൾ. സോ നമ്മൾ റൂം വരാട്ടോ. എൻ്റെ എന്താ 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിൽ അത് എല്ലാത്തൊരു വില്ലേജ് ടൈപ്പ് ഒരു കോട്ടേജാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കുക്കിംഗ് പ്രിപ്പറേഷനൊക്കെ താഴോട്ടാണ് ഇവിടെ ഉള്ള ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള. സോ ഹായ്. അങ്ങോട്ടാ Hello guys. Hello guys. Hello guys. ചായ വേണോ? അങ്ങനെ നമ്മൾ രാവിലത്തെ കട്ടൻ ഒക്കെ കുടിച്ചിട്ട് നല്ലതും തെക്കാനായിട്ട് കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. അപ്പം കട്ടൻ ചായ കുടിച്ച് ഐസിനെ ആദ്യം തന്നെ ഫ്രഷ് ആക്കിയിട്ട്, ഐസിൻ നല്ല ഭയങ്കര ടയേർഡല്ല എത്തുമ്പോൾ. അപ്പോൾ ഐസിനെ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് കൊടുത്ത് കുളിപ്പിച്ച് ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കി ഐസിനെ അടിപൊളിയാക്കിയിട്ട് നിർത്തി കിട്ടാം. എന്നിട്ട് നമ്മളെ പരിപാടി എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇവിടെ ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു ഏരിയ ആയിട്ട്. താഴോട്ടേക്ക് ഇറങ്ങി റൂമിൻ്റെ താഴോട്ടേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇപ്പുറത്തന്നെ കിച്ചണുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ വലിയ ഇതായിട്ടുള്ള റെസ്റ്റോറൻറ്റ് ടൈപ്പ് വരുന്നത് അല്ലെങ്കിൽ റിസോർട്ട് ടൈപ്പ് വരുന്നൊന്നുമല്ല കേട്ടോ. ഒരു നോർമലായിട്ടുള്ള ഒരു കോട്ടേജ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു വൈബ് ഉണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ. രാവിലെ തന്നെ ചൂടടിക്കും. ഫ്ലവേഴ്സ്.
അങ്ങനെ ഐസിന് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്ത് ഐസിനെ അടിപൊളിയാക്കി കേട്ടോ. അപ്പം നോർമലി ഞാൻ മുമ്പ് എവിടേക്കെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുന്നതിനേക്കാളും ഐസ് ബേബി ഉള്ളപ്പോൾ ഇത് വേറെ തന്നെ ഒരു വൈബായിട്ട് ഫീലായി കേട്ടോ. കാരണം ബേബി ഉള്ളപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ കുഞ്ഞിനായിരിക്കുമല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുക, കുഞ്ഞിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം ബേബി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ എൻജോയ്മെൻറ്റിനെക്കാട്ടും കൂടുതൽ ബേബീനെ എങ്ങനെയൊക്കെ ഹാപ്പി ആക്കാം, ബേബിക്ക് എങ്ങനെയൊക്കെ നല്ല രസമായിട്ട് ചില്ലയിപ്പിക്കാൻ എന്നുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഊഞ്ഞാല അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഐസിന് ഒറ്റ ഐസിനെ എടുത്ത് ഇങ്ങനെ അടിയിലേക്ക് കിടക്കി. പിന്നെ ഞങ്ങൾ ബ്രഷ് ചെയ്തു, ഒന്ന് ഫ്രഷായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ. നല്ല ചൂട് അതുപോലെ പുള്ളിച്ചങ്ങ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രഷായി കുളിച്ചു കേട്ടോ. ചൂടുവെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കുളിച്ചു. ഞങ്ങളൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ, ജസ്റ്റ് ഒന്ന് കറങ്ങിച്ചൊക്കെ കാണാം. പിന്നെ അസി കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാറുണ്ടായിരുന്നു. അസി പണ്ട് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായി. പിന്നെ ഐസ് ബേബിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ നമ്മൾ. ഐസ് ബേബിക്ക് നല്ല ഹാപ്പി, ബേബി ചിരിച്ച് കളിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. ഇല്ല അപ്പോൾ ഇതാണ് ഫ്രണ്ടിലുള്ള ആ ഒരു എൻട്രൻസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്, ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാർക്കിംഗ് എന്ന് പറയുന്നത് ഈ എൻട്രൻസിൻ്റെ ഒരു പുറത്താണ് നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ളിലേക്കുള്ള ആ ഒരു സ്പേസ് ഇല്ല. പുറത്ത് ഞങ്ങൾ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി എടുത്ത് അവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഇന്ന ലൊക്കേഷൻ എന്നുള്ള പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം, വെറുതെ ഒന്ന് കറങ്ങാം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഐസി ലോലിപോപ്പ് തിന്നാണ് ഗൈസ്. അപ്പോൾ ലോലിപോപ്പ് മേലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ടവൽ വെച്ച് കെട്ടിക്കൊടുത്തു. എങ്ങനെ തിന്നല്, അങ്ങനെ ലോലിപോപ്പ് വയ്ക്കലും അങ്ങനെ വയ്ക്കല്. സീരിയസ് ആയിട്ടുള്ള മ്യൂസിക് സെർച്ചിങ്ങിലാണ് ഗൈസ്. പുറത്ത് നല്ല കോടി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അസി പണ്ട് 8 വർഷം മുമ്പ് ഈ ഒരു ഏരിയയിലാണ് ഉണ്ടായിരുന്നത്. കണ്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ മെഡ് ഹൗസ് ഒരു ചർച്ചിൻ്റെ അടുത്താണ് ആ ഒരു ഏരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഇതൊക്കെ കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചായ കുടിക്കുന്ന ഫുഡ് കഴിക്കുന്നൊക്കെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ആ ഒരു ഏരിയ കാണാനില്ല കേട്ടോ. അവിടെ വേറെ അതിന് പകരം ചോക്ലേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഷോപ്പാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടി തിരിച്ച് വേറെ ഹോട്ടൽ അന്വേഷിച്ച് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ എന്തെങ്കിലും കഴിക്കാൻ വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങളൊരു അക്കനെ കണ്ടു കേട്ടോ. അപ്പോൾ അസിക്ക് ഭയങ്കര സർപ്രൈസായി. കുറേ വർഷത്തിന് ശേഷമാണ് ആ ഒരു മീനമ്മ എന്ന് പറയുന്ന ഒരു അക്കനെ കണ്ടു കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പുള്ളിക്കാരത്തിക്ക് അസീനെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവർ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരു ഹോട്ടൽ പറഞ്ഞിട്ട് ആ ഒരു ഹോട്ടലിൽ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോട്ടൽ ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു ഹോട്ടലിൽ കുറച്ച് കയറിയപ്പോൾ തന്നെ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു ചെറിയ രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ
നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഞങ്ങൾക്ക് കുറച്ച് 3 വീക്സ് ഫിഷ് ഉണ്ടാ ഫിഷ് ഉണ്ട് ഫിഷ് ഉണ്ട് ഇടാൻ വേണ്ടി പറ്റാറുണ്ട്. അത് ഞാൻ ഫസ്റ്റിലേക്ക് പറയാൻ വെച്ചിട്ട് എനിക്ക് മറന്നുപോയി. അപ്പോൾ സോറി. അപ്പം അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണിത്. അപ്പം ഇതിൽ വേറെ കാര്യങ്ങളാണ്. എന്നാലും ഈ ഒരു വ്ലോഗ് നമ്മൾ ഇടന്നിട്ട് അപ്പോഴെങ്കിലും എടുത്ത് നോക്കുമ്പോൾ കാണാമല്ലോ നമ്മുടെ അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ ലഞ്ചായിരുന്നു കഴിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ചോറ് കഴിക്കാനാണ് കഴിച്ചത്. ഞാൻ നൈറ്റ് ഫ്രൈഡ് റൈസൊക്കെ നമുക്ക് നന്നായിട്ടൊരു മീൽസ് കഴിക്കാൻ. അങ്ങനെ മീൽസ് അസി ചിക്കൻ അസി ഫിഷ് ഫ്രൈ വരുന്നതും ഞാൻ ചിക്കൻ കറി വരുന്നതും ഓർഡർ ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ല ഉറക്കമുണ്ട്. കാരണം ലേറ്റ് ആയിട്ടാണ് ചോറ് പപ്പടം ഉപ്പേരി. എത്ര നാളാச்சு? இது 3 இயர்ஸ் ஆச்சு. இது 5 பிரான்ச் இருக்குது சார். இது அப்படியா? ஓனர் கேரளா. നമ്മൾ ഇങ്ങേന്ന് പോയിട്ട് 8 വർഷമായി. ഉച്ചക്കഴിഞ്ഞ് കഴിഞ്ഞ് ചിക്കൻ വേണോ ചിക്കൻ? നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീൽസ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ കിട്ടിയിട്ടുണ്ടായത്. ഞാൻ ചിക്കൻ കറി എല്ലാ മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഞങ്ങൾ ഫിഷ് ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊണ്ടു തന്നു. പിന്നെ ഇതിലെൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമുണ്ട് കേസരി. കേസരി എനിക്ക് അത്ര ഇഷ്ടമാണ്. വീണ്ടും വീണ്ടും ഞാനിങ്ങനെ എവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങി കഴിക്കുന്നുണ്ടാകും. ഇതേപോലെ തന്നെ ഇവിടെ ഞാൻ എക്സ്ട്രാ വാങ്ങി കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ ഞങ്ങൾ വീണ്ടും. പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു വീടാണിത്. നല്ല രസമല്ലേ ഈ ഒരു ഇത് കുഞ്ഞു വീടാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള വൈബ് നല്ല രസമുണ്ട്. ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഈ അമ്മമ്മ കേട്ടോ. ഈ അമ്മമ്മക്കും അച്ഛനെ ചെറുങ്ങനെ പരിചയം ഉണ്ടായിരുന്നു. സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളനെ ഇറങ്ങി. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പിന്നെ കുറച്ച് ഇറങ്ങിയിട്ട് രണ്ട് നല്ല ടൈമിലായിരുന്നു. കുറച്ച് നേരം ഇറങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി എന്താണെങ്കിലും നല്ല കപ്പയും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അവിടെ കുറച്ച് നേരം മ്യൂസിക്കൊക്കെ കേട്ട് പാട്ടൊക്കെ കേട്ട് ഐസി ബേബി ഫുൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് ഞങ്ങൾ അങ്ങനെ നേരത്തെ തന്നെ ഉറങ്ങി കേട്ടോ. മോർണിംഗ് ഇറങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പം നമുക്ക് നാളെ മോർണിംഗ് കാണാം. ഹലോ. അങ്ങനെ നെക്സ്റ്റ് ഡേ നേരത്തെ തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. ഫ്രഷായി പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകുന്ന വഴിക്കാണ് ഇവിടെ പനളന്നി കണ്ടത്. അപ്പോൾ പനളന്നി കണ്ടപ്പോൾ ഞാസിനു പറഞ്ഞു സ്റ്റോപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ പനളന്നി വാങ്ങാൻ വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ നിർത്തി കേട്ടോ. പനളന്നി തന്നെയാണ് തോന്നുന്നത് എല്ലായിടത്തും പറയാം. എന്തായാലും ഞങ്ങൾ പനളന്നി എന്നാണ് പറയാം. അപ്പം അവിടെ നിർത്തി അത് വാങ്ങി കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ സാധാരണ പനളന്നി ഈ ഇളന്നി മാത്രമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ കിട്ടാറ്, നാട്ടിൽ നിന്നൊക്കെ കിട്ടാറ്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഈ ഒരു സംഭവത്തിൽ പനളന്നിയും അതിൻ്റെ കൂടുതൽ അതിൻ്റെ പാനി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു വെള്ളവും കൂടെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് മിക്സ് ചെയ്തിട്ട് ആ വെള്ളവും കുടിക്കാൻ. അപ്പം അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ കഴിക്കാൻ പോകുന്നത്. അപ്പം യാസിനു പറഞ്ഞ് എന്തായാലും നമുക്ക് വാങ്ങാം. പക്ഷേ ഞങ്ങൾക്കിത് വാങ്ങി ലാസ്റ്റ് ബില്ല് ചെയ്ത് നോക്കുമ്പോൾ 400 രൂപേൻ്റെ സാധനം ഞങ്ങൾ വാങ്ങി കേട്ടോ. അപ്പം പനളന്നിയും അതിൻ്റെ വെള്ളത്തിന് എക്സ്ട്രാ പൈസ ഉണ്ട് ഇങ്ങനെ ഒഴിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒഴിച്ചിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അയാൾ എക്സ്ട്രാ പനളന്നി ഞങ്ങൾക്ക് തരികയും ചെയ്തു കേട്ടോ. ഐസ് ബേബിയൊക്കെ കണ്ടപ്പോൾ ഐസ് ബേബിക്ക് ഒന്ന് എക്സ്ട്രാ കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പം അടിപൊളി തന്നെ. അങ്ങനെ
അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. തുടർന്ന് നമ്മളിങ്ങനെ പോകുമ്പം ഈ കുരങ്ങനെ കാണുമ്പം എവിടെയും എന്താ നോക്കാനുള്ള പിന്നെ അറ്റ്ലീസ്റ്റ് അവിടെ വണ്ടി ചവിട്ടി ICD കാണിച്ചു കോങ്ങാച്ചി പറഞ്ഞ നടക്കുന്നുണ്ട്. ICD ഇങ്ങനെ ഉറങ്ങി തൂങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ കോങ്ങാച്ചി പശുമ്പേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. മസ്ബി നെട്ടിയാണ് ഇത്. അപ്പം അതായിരുന്നു. ഹലോ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ പോകുന്നത് പൂമ്പാറ ഭാഗത്തേക്കാണ്, അതായത് വട്ടവട ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം പറയാനുള്ളതായിട്ടൊന്നുമില്ല, കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാഴ്ചകൾ കാണിച്ചു തരുന്നതായിരിക്കും. സോ ഇന്ന് സെക്കൻഡ് ഡേ നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇന്നലെ അങ്ങനെ പ്രത്യേകിച്ച് എവിടെ പോയിട്ടൊന്നുമില്ല. മുടിയൊക്കെ കേടായിട്ടാണ്. കണ്ണടകൾ വീണ് ഐസി ബേബി മാത്രമേ ഉള്ളൂ എൻ്റെ. നമുക്ക് നിൽക്കുന്നുണ്ട്. മങ്കീസ് ഉണ്ട്, മങ്കീസ്. ഫുള്ള് തൊപ്പുള്ളൊക്കെ അതൊക്കെയാ. ഇൻക്രെഡിബിൾ ഫോട്ടോസ് വന്നിട്ടുണ്ട്. അങ്ങനെ കാണിച്ചിട്ട് ആടിന് കാണും. അങ്ങനെ വെച്ചോ അവിടെ പോയിന്റ്. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. പക്ഷെ ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടില്ല, കാരണം നല്ല കോടയായിരുന്നു. അപ്പം പിന്നെ ഒന്നും കാണുന്ന പോലുമില്ല. പിന്നെ ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ അത്യാവശ്യം റഷനായിരുന്നു, അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിർത്തി വണ്ടി. പിന്നെ ബസ് പറഞ്ഞ് വേണ്ട, നമുക്ക് വേറെ സ്പോട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കോട ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല, കോട ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പം എന്താ മെല്ലനെ ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കോട ഇറങ്ങി വരുമ്പോൾ തന്നെ നല്ല തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ IG ബേബിക്ക് വേഗം ക്യാപ്പൊക്കെ കിട്ടുകൊടുത്ത്. IG ബേബി പിന്നെ ക്യാപ്പൊന്നും ഇടുന്നില്ല കേട്ടോ. IG ബേബിക്ക് അത്ര ഒന്നും തണുക്കുന്നില്ല തോന്നുന്നു. ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് തണുക്കുന്നുണ്ട്. രാവിലെ എനിക്ക് ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലാന്നുള്ളത്. പിന്നെ എനിക്ക് തണുക്കാൻ തുടങ്ങി. നമ്മളിപ്പോൾ പോകുന്നത് അപ്പം അസിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അസി ആരെ കൂടാണോ കൊടൈക്കനാലിൽ കുറച്ച് നാളുണ്ടായത് ആ വ്യക്തിയെ നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൂപ്പരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് സ്ഥലം അറിയില്ല, ഇപ്പം അങ്ങോട്ടേക്ക് വേറെ എവിടെയൊക്കെ ഷിഫ്റ്റ് ആയതാണ്. അപ്പം പ്രത്യേക പ്ലേസ് ആയില്ല. അപ്പം നമ്മൾ അന്വേഷിച്ച് പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ ഒരു സ്ഥലത്താണ്. ഒരു വില്ലേജ്, ഒരു പക്കാ ലോക്കൽസ്, ഇവിടുത്തെ ലോക്കൽസ് താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം ഇങ്ങനത്തെ ആ ഒരു ഏരിയയിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. അങ്ങനെ ഇവിടെ എത്തി. ഇവിടുന്ന് അസിൻ്റെ ഇടയ്ക്ക് വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയി. വഴി കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഞാനും അസിയും കൂടെ വീണ്ടും ഞങ്ങൾ ഇറങ്ങിയിട്ട് പുള്ളിക്കാരുടെ വീട്ടിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ ഓൺ ദ വേ ആണ് അങ്ങോട്ടേക്ക്. ഞങ്ങൾ വണ്ടി വെച്ചിട്ട് ഇച്ചിരി അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ നടന്നിട്ട് പോകാമെന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വഴി കാണുമ്പോഴാണ് ഒരു വഴി നേരെ ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങിയപ്പോൾ പഴയ നമ്മുടെ തമിഴ് പടത്തിൻ്റെ ഒക്കെ ആ ഒരു സീനിലുള്ളൊരു വീട് കേട്ടോ. എന്ത് വേണ്ടിട്ട് പോയത്? നമ്മള് സുനിയേട്ടൻ. ഇതാണ് സുനിയേട്ടൻ തരുന്നുണ്ട്. രാജകീയമായിട്ടുള്ള ഇരിപ്പാണല്ലോ. പായസം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വന്നത് കറക്റ്റ് അടി കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള ഒരു പുള്ളിക്കാരൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവർ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ വഴി ഏതാണെന്ന് പറയും. ഞാൻ ഫസ്റ്റ് അച്ഛനോട് ചോദിച്ചാണെങ്കിൽ ഇതിലൂടെയാണ്. ഇത് ഞങ്ങൾ അപ്പുറത്ത് കൂടി കറങ്ങി തിരിച്ച് വീണ്ടും ഈ സ്ഥലത്തേക്ക് തന്നെ എത്തുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ കിച്ചണിൽ ഒരു പായസത്തിൻ്റെ പണിയിലാണ് പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തിയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോഴേക്ക് വീണ്ടും കാട് ഇറങ്ങാൻ തുടങ്ങി. ഇവിടെ ഒരു നല്ല വിശാലമായിട്ടുള്ളൊരു പാടമാണ് കേട്ടോ.
ഇവിടെ അവിടെ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു എന്താ വരാന്ത ഇല്ലേ, ആ വരാന്തൻ്റെ അവിടെ നിന്ന് നേരെ നമുക്ക് ഇങ്ങോട്ടുള്ള ഈ ഒരു വ്യൂ ആണ്. ഇങ്ങനെ കുറച്ച് വീടുകളും ഈ ഒരു എന്താ പാടമൊക്കെ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഒരു പയ്യെ ഇത് എന്താ പെട്ടെന്ന് തന്നെ പയ്യല്ല പെട്ടെന്ന് തന്നെ നമുക്കിവിടെ കോട ഇറങ്ങാൻ തുടങ്ങി. ഫുൾ മൂടി, കോട മൊത്തം മൂടിയപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പഴയ പടത്തിലൊക്കെ അല്ല ഇങ്ങനത്തെ ഒരു ഏരിയ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതുപോലുള്ളൊരു സ്ഥലം, ഒരു അധോലോകത്ത് വന്ന പോലെ തന്നെ കുറേ ആയുധങ്ങളുണ്ട് കേട്ടോ. ആയുധങ്ങൾ എന്നല്ല, ഐസ് ജാക്കറ്റ് ഒക്കെ കേട്ടോ. നമ്മളിപ്പോൾ ഇതാ നൈറ്റായി, നമ്മളിപ്പോൾ പുഷപ്പ് എടുത്ത് കാണിച്ചു തരും ഐസി ബേബി. പുഷപ്പ് എടുക്കാം, പുഷപ്പ് എടുക്കും അമ്മ, വീഡിയോ എടുക്കാലോ. പുഷപ്പ് എടുത്തേ, പുഷപ്പ് എടുത്തേ. മതി പുഷപ്പ് എടുക്കാം. ഇവിടെ വന്ന് സംസാരിച്ച് കഥ പറഞ്ഞിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സമയമൊക്കെ ഇങ്ങനെ പം പറഞ്ഞിട്ട് പോയത്. പെട്ടെന്ന് തന്നെ സമയം പോയി. ഒരു ഇരുട്ടാവാറൊക്കെ ആയിട്ട് ഇവർ ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ സ്റ്റേ ചെയ്യാൻ കാര്യത്തിൽ കൺഫേം ഇല്ലാത്തതുകൊണ്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും നമ്മൾ ഇവരുടെ ക്യാമ്പ് ഫയർ സെറ്റപ്പാണ് കേട്ടോ അത്. അപ്പം അങ്ങനെ ക്യാമ്പ് ഫയർ സെറ്റപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെറിയൊരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു നോക്കിയിട്ട് ഞങ്ങൾ പോകാനുള്ള പ്ലാനിങ്ങൊക്കെ. ആവുന്നില്ലേ അത് തമിഴ് അയ്യാ അങ്ങനെ ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി പറഞ്ഞുണ്ടോ എല്ലാം അവിടെ വലിയ വണ്ടികളും ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഏരിയ പകല് കണ്ടതിനേക്കാൾ രാത്രിയായിട്ട് പോകുന്ന വയ്ക്കുന്നതാണ്. സ്കൈയൊക്കെ നല്ല രസമുണ്ട്. ക്ലിയർ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം നമ്മൾ പോകുന്നത് വരെ, ഇവിടുന്ന് പോകുന്നത് വരെ ഇങ്ങനത്തെ വീഡിയോസ് ബാക്കി വരുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അടുത്ത വ്ളോഗായിട്ട് നമുക്ക് വരാം. അപ്പോൾ അതുവരെ ഗുഡ് നൈറ്റ്, ബൈ.